സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു ഫോക്കാർഡ് സ്പ്രെഡാണ് എടുക്കണത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താ വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ലൈഫിൽ ഒരു സ്തംഭനാവസ്ഥ അനുഭവപ്പെടും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? അതാണ് ഫസ്റ്റ് കാർഡ്. കറൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ 6 ഓഫ് സോർഡ്സ് ആണ് പറഞ്ഞത്. 6 വരുമ്പോൾ അതിന് മുന്നിൽ 5 ഉണ്ടാവും. അപ്പോൾ 5 ഓഫ് സോഴ്സ് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റാണ്, സംഘർഷങ്ങളുടെ കാർഡാണ്. അപ്പോൾ 6 ഓഫ് സോഴ്സ് പറഞ്ഞാൽ അനാവശ്യമായ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിട്ട് പരാജിതരായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഒരാൾ അയാളുടെ കുടുംബമായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യുന്നു. ഹൃദയവേദനയോടുകൂടിയാണ് പരാജിതനായിട്ട് പലായനം ചെയ്യുന്നത്. അതായത് കൗരവരുടെ വിജയവും പാണ്ഡവരുടെ തോൽവി. അങ്ങനെ പരാജിതനായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യണ ഒരു കാർഡാണ് ഇവിടെ വന്നത്. ഹൃദയവേദനയോടുകൂടി സംഘർഷങ്ങളിൽ പരാജയപ്പെട്ടിട്ട്. അപ്പോൾ എന്താണ് ഈ ബ്ലോക്ക് ഉണ്ടാവണ കാരണം നോക്കുമ്പോൾ അവിടെ ഹൈ പ്രീസ്റ്റസ് എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുരോഹിത, ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പുരോഹിതയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതൊരു അധികാര തർക്കമായിരിക്കാം. ഇവർ സുപ്രീം നോളജുള്ള ആളാണ്, ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്, സുപ്പീരിയർ നോളജാണ്, ബോൾഡാണ്, സ്ട്രോങ് ആണ്, കാമാണ്. പക്ഷേ ഇവരിൽ ഒരുപാട് സീക്രസി ഉണ്ട്. അതായത് പുറത്തേക്ക് വെളിപ്പെടുത്താനാകാത്ത രഹസ്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതൊരു അധികാര തർക്കമായിരിക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ എന്ത് ഈ വ്യക്തിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ വരുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അതായത് ഒരു കപ്പുകളുടെ രാജാവ് ഒരു ജലാശയത്തിൻ്റെ നടുവിലിരിക്കുകയാണ്. കപ്പലുകൾ ആ ജലാശയത്തിൽ മുങ്ങി താഴുന്നുണ്ട്. അതായത് ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഇമോഷൻസിൻ്റെ പുറത്ത് നമുക്കൊരു കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മെച്ചേർഡ് ആവുക, കാര്യങ്ങളെ യുക്തിസഹജമായി കാണാൻ പഠിക്കുക, അതേസമയം നമ്മൾ ഡിപ്ലോമാറ്റിക് ആവുക. അപ്പോൾ ഇമോഷണലി നമ്മൾ മെച്ചേർഡായി ബാലൻസ് ചെയ്തിട്ട് ലോജിക്കായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും കാര്യങ്ങളെ നേരിടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം. അടുത്തത് എന്ത് പാടാണ് ഇതിൽ ഉൾക്കൊണ്ടത് നോക്കുമ്പോൾ അത് സ്ട്രെങ്ത് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് എന്നുള്ള കാർഡ് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു ലേഡി ഇതേപോലെ വെല്ലുവിളികളെ നേരിട്ടിട്ട് സിംഹത്തിന് വായിൽ ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവർ ഭയങ്കര ബോൾഡാണ്, അതിൽ വിൽ പവർ ഉള്ളതാണ്, ഇന്നർ സ്ട്രെങ്ത് ഉള്ള ആൾക്കാണ്, കമ്പാഷനേറ്റാണ്, കാമാണ്, പേഷ്യൻ്റാണ്. അപ്പോൾ കാര്യങ്ങളെ ഇതേപോലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ നമ്മുടെ പവറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്ത് ഉപയോഗിക്കാനും നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. ആ പാടാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ അനാവശ്യമായ സംഘർഷങ്ങളിൽ ഇടപെടാതിരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗൈഡൻസ്, ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.